ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അൽഹംദുലില്ലാ, അമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഹസ്ബൻഡ് ഒക്കെ സർജറീൻ്റെ ഒക്കെ കുറേ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു നവംബർ 1 എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു കുട്ടി മോർണിംഗ് വ്ലോഗാണ്. അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവരൊക്കെ നേരത്തെ കാലത്ത് എണീറ്റിരിക്കണം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം ഇവർ നേരത്തെ എണീക്കാൻ നോക്കും. സ്കൂളുള്ള ദിവസമാണെങ്കിലോ ലേറ്റാവും. മീൻസ് വിളിച്ച് വെറുപ്പിക്കണം, എന്നാലേ എണീക്കുള്ളൂ. ഇന്നിപ്പോൾ അതാ എല്ലാവരും നേരത്തെ എണീറ്റിക്കണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് കേട്ടോ. ഈ ഒരു പണി മിക്ക ദിവസം ലാസ്റ്റായിരിക്കും ഞാൻ ചെയ്യൽ. കാരണം ഞാൻ എണീറ്റ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ എണീക്കൽ. ഇന്നിപ്പോൾ എന്തോ സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഇവർ നേരത്തെ എണീറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ബെഡൊക്കെ ഒന്ന് തട്ടിയിടാമെന്ന് വിചാരിച്ചു. ഈ ഒരു പണി കഴിഞ്ഞാൽ തന്നെ വേറെ എന്തൊക്കെയോ വലിയ പണികൾ കഴിഞ്ഞ പോലാണ് കേട്ടോ. 2 ബെഡും നീറ്റാക്കിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ കുറേ പണി കഴിഞ്ഞൊരു ഫീലായിരിക്കും. അങ്ങനെ അതായത് 2 റൂമിലും ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചു. കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ടേനു. അങ്ങനത്തെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി പിന്നെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പം വെജിറ്റബിൾ സ്റ്റൂക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അത് ഇനിയൊന്ന് വേവിക്കണം. അപ്പം ചപ്പാത്തിൻ്റെ മാവും ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്തു വെച്ചു. അപ്പം നമ്മളെ കറിയൊക്കെ ആവുന്ന നേരം കൊണ്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് നമ്മളെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു ഗ്രീൻ പീസും പിന്നെ അതിലേക്കൊരു ചെറിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു പീസ് കോളിഫ്ലവർ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇടാമെന്ന്. ഞാനതുവരെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നതിൽ കോളിഫ്ലവർ ഒന്നും ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും പിന്നെ നമ്മളെ ഗ്രീൻ പീസും ഇതൊക്കെ വെച്ചിട്ടാണ് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കൽ. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പീസ് കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ഏതായാലും അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപ്പേരി ആക്കാനും തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു കറി ആക്കിയതിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു കോളിഫ്ലവർ എടുത്ത് കഴിക്കാനായിരുന്നു. നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി, ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതൊരു കറക്റ്റ് സ്റ്റൂ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാനൊരു തട്ടിക്കൂട്ടിയൊരു സ്റ്റൂ ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതിനകത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഫസ്റ്റ് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി തക്കാളി, ഉള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ഇത്രയും മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 2 പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പം 2 പാൽ ഒഴിക്കുന്നില്ല. പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കറക്റ്റ് സ്റ്റൂവിൻ്റെ റെസിപ്പി അല്ല. കാരണം നമ്മൾ ഒരു നോർമൽ സ്റ്റൂവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ ഞാനിതെന്തോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതേനു. അങ്ങനെ അത് ഞാൻ വെച്ചതിന് ശേഷം നേരത്തെ ആ ഒരു ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അത് ഞാൻ ബോൾസാക്കിയിട്ട് മാറ്റി വെച്ചു. എന്നിട്ടാണ് ഞാൻ വെള്ളം കുടിക്കാൻ നിൽക്കുന്നത് കേട്ടോ. എണീറ്റിട്ട് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് ഞാൻ മെല്ലെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു ചപ്പാത്തി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും പരത്തിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം പരത്തുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയാൽ പരത്തിയെടുക്കാൻ സുഖമാണ്. മാവ് മൈദ വേറെ എക്സ്ട്രാ ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും.
പിന്നെ നമ്മളങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങനെ മെഴുക്കൊന്നും ചേർത്ത് കൊടുക്കാറില്ല, ഓയിലൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇതൊന്നും മിക്ക വീട്ടിലും രാവിലെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ കൂടുതലും ഓയിലില്ലാതെയാണ് എടുത്തെടുക്കുക. ഇവിടെ എസ്ക്ക് മീസാൻക്കായാലും ഇങ്ങനത്തെ ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കും. ഇനിയിപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഈ ഒരു കറിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാലിന് നിങ്ങൾക്ക് ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് പാലിൽ ഈ ഒരു ഗ്രീൻ പീസും ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പം പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് വേഗം ചെയ്തെടുക്കാതിനോണ്ട് ആ ഒരു പണിക്കൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു രണ്ടാം പാലിലാണ് ഈ ഒരു ഗ്രീൻ പീസും ഈ ഒരു ഉരുളക്കിഴങ്ങ് കോളിഫ്ലവറൊക്കെ ഒന്ന് കുക്കായി വരുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, ഒന്നുകൂടി നല്ല തിക്കായിട്ട് കിട്ടും. ഇതിപ്പം അത്യാവശ്യം നല്ല തിക്കാണ് കേട്ടോ, കാരണം ഞാൻ മാത്രമേ കറി കൂട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നല്ല കട്ടിക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെജിറ്റബിൾ സ്റ്റ്യൂ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ചെറിയുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. ഞാനിപ്പം ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടിട്ട് തന്നെ കേട്ടോ തൂമിച്ചെടുക്കുന്നത്. എനിക്ക് കറിയൊക്കെ തൂമിക്കുമ്പം കടുക് ചേർക്കുന്നതിനേക്കാൾ ഇഷ്ടം ചെറിയുള്ളിയിൽ തൂമിച്ചെടുക്കുന്ന കേട്ടോ. ചെറിയുള്ളിയിൽ തൂമിച്ചെടുക്കുമ്പം കടുകിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇനിയിപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ലപോലെ തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി ഇതേപോലെ ഒന്ന് തിളച്ച പാടെ തന്നെ ഞാനൊന്ന് ഓഫാക്കിയിടും. അങ്ങനത്തെ ആ കറിയും ചപ്പാത്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത്യാവശ്യം നല്ലപോലെ വിശക്കുന്നുണ്ട് ഇനി ഒരു ടൈം ആയപ്പോഴേക്കും. ഇതിപ്പം എനിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇവിടെ എൻ്റെ ഇസാൻക്കും എസക്കൊന്നും വലിയ താല്പര്യമില്ല. എസക്ക് പിന്നെയും കറി മുക്കിയെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ്, ഇസാൻക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഈ ഒരു മോർണിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.